നമസ്തേ സർ. നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്ത അമേരിക്കയിൽ നടന്ന തീവ്രവാദ സംഭവങ്ങളെക്കുറിച്ചാണ് ചർച്ച നടത്താൻ പോണത്. അപ്പോൾ ആദ്യം നടന്നത് ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ദിനത്തിൽ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി. കൂടാതെ പുറത്തിറങ്ങി ഇയാൾ അതിന് മുമ്പ് ഒരു കിഴങ്ങൻ ക്രിസ്മസിന് തന്നെ ഇവിടെ ജർമ്മനിയിൽ തുടങ്ങി മാർക്കറ്റിൽ വണ്ടി ഓടിച്ച് കയറ്റി പൊട്ടിച്ചില്ലേ. കറക്റ്റ്. പക്ഷേ ഇന്നും കൂടി ഒരു പൊട്ടിത്തെറി നടന്നതുകൊണ്ട് ഞാൻ തുടങ്ങിയത് അമേരിക്കയുടെ ഒരു വിഷയം വെച്ചിട്ടാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് സാരം. എക്സാക്ട്ലി, എന്തോ ഒരു സന്ദേശം. ഇനിയിപ്പോൾ 10-18 ദിവസമല്ലേ ഉള്ളൂ കറന്നൊരു വരാനായിട്ട്. ആ 18 ദിവസം ഒരു കൂട്ടപ്പിരിച്ചിൽ എന്താ സംഭവിച്ചത്? ഞാനൊരു ഇൻസിഡൻസ് ഞാൻ കണ്ടു. ഈ ട്രംപിൻ്റെ ഹോട്ടലിന് മുമ്പിൽ എലോൺ മസ്കിൻ്റെ ടെസ്ല ട്രക്ക്, അതെന്തോ സൈബർ ട്രക്ക്, അത് പൊട്ടിത്തെറിച്ചു. സൈബർ ട്രക്ക് എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഇറ്റ്സ് ഓൾ പോസിബിൾ കേട്ടോ. ആയുധമില്ലാതെ ചുമ്മാ ട്രക്ക് തന്നെത്താനെ ആയുധമായിട്ട് മാറി പൊട്ടിത്തെറിക്കുന്ന സംവിധാനം താമസിയാതെ വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഈ എൻ്റെ കണ്ണാടി, ദിസ് ഇറ്റ് സെൽഫ് വിൽ ബി എ വെപ്പൺ വെനെവർ ഐ വാണ്ട്. ഈ കണ്ണാടി നേരെ എതിരെയിരിക്കുന്ന ലക്ഷ്മിയെങ്കിൽ ലക്ഷ്മി ആരെയാണോ എനിക്ക് കൊല്ലേണ്ടത്, ഈ കണ്ണാടി സ്വയം ഒരു വെപ്പണായിട്ട് മാറും ഈ രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈബർ ട്രക്കാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ എലോൺ മസ്ക് അതിന് വിശദീകരണം കൊടുത്തു. അതിൽ ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അതിൻ്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത്, വണ്ടിയുടെ എല്ലാ തീവ്രവാദമാണെന്ന് മൂപ്പര് ഉറപ്പിച്ചിട്ടാണ് പറയണത്. പോലീസ് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കുറച്ചും കൂടി സമയമെടുക്കും, അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിതി ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ട്രക്ക് വണ്ടി ഓടിച്ച് കയറ്റുക മാത്രമല്ല, ഇയാൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ആൾക്കാരെ വെടിവെച്ചും കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവസാനം പോലീസുമായിട്ട് ഈ ട്രക്കല്ലല്ലോ ഫസ്റ്റ് ഞാൻ പറയില്ലേ, ഇപ്പോൾ ന്യൂ ഓർലിയൻസിൽ ഒരു 3 മണി ആ സമയത്ത് ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇയാൾ വണ്ടി ഇടിച്ച് കയറ്റി ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് അതേ റൂട്ടിൽ കൂടെ ആ ആൾക്കാരെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെടിവെക്കാനും തുടങ്ങുമ്പോൾ പോലീസ് ഇടപെട്ട് തിരിച്ച് കൗണ്ടർ ഫയറിൽ അയാളുടെ അവസാനമാവുകയാണ്. അപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. ട്രക്കിൽ ഐസിസിൻ്റെ ഫ്ലാഗ് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ID ബോംബുകളുണ്ട്. ID ബോംബുകൾ അയാൾ കൂളറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മരണം ഉണ്ടായി. ഉടനെ 30 പേർക്ക് പരിക്ക്, അതിനുശേഷം കുറച്ച് പേര് സീരിയസ് ആയിട്ട് കിടക്കുന്നു. അങ്ങനെയൊക്കെയാണ് സാഹചര്യം. അപ്പോൾ സഹായികളുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇയാളും ഒറ്റയ്ക്കല്ല, കുറച്ച് പേരുമായിട്ട് ആസൂത്രിതമായാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പുറത്തേക്ക് വന്നു. സലാഹുദ്ദീൻ ബഹാർ ജബ്ബാർ എന്നാണ് ഇയാളുടെ പേര്. ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് മതം മാറിയതാണ്. 2 കല്യാണം നടന്നു, 2ഉം ഡൈവോഴ്സിൽ അവസാനിച്ചു. കുറേ കടങ്ങളുണ്ട്. സ്വഭാവ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഇയാളുടെ കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താൻ ഈ ഡിവോഴ്സ്ഡ് വൈഫ്സ് തുടങ്ങുന്നു. അങ്ങനെ ഇയാളെ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI അവർ എത്ര വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു അത് പുറത്തു വിടുന്നു. ഇയാളുടെ ബ്രദറാണ് പറയണത്. ഈ കുറച്ച് നാൾ മുമ്പ് കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നില്ല, മാർട്ടിൻ, അയാളിപ്പോൾ എവിടെയെന്നറിയാമോ? അയാൾ ആരായിരുന്നെന്നറിയാമോ? അയാളിപ്പോൾ ജയിലിലാണോ അതോ ജാമ്യത്തിൽ വിട്ടോ? എന്തെങ്കിലും അറിയാമോ? മേ ബി ഏജൻസികൾക്ക് അറിയാമായിരിക്കാം, ബട്ട് പബ്ലിക്കിൽ വന്നിട്ടില്ല. സീ ദ എഫിഷ്യൻസി ഓഫ് ദോസ് പീപ്പിൾ. കറക്റ്റ്. അത് സമ്മതിക്കേണ്ട എഫിഷ്യൻസിയാണ്. ഇവരെ തീവ്രവാദികളും കുറച്ചൊന്നുമല്ല, അവർക്കും അറിയാം ഈ ജാനുവരി 20-ന് ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ഫോർ ദം. വലിയ ടഫ് സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് കയ്യിലുള്ള ID എല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചോളാം. പണ്ടാണ് 20-ാം തീയതി കഴിഞ്ഞാൽ ഇത് നടന്നില്ല എന്ന് വരും. അപ്പോൾ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പൊട്ടിച്ച് തീർക്കാം,
ഒരു വലിയ വെടിക്കെട്ട് തന്നെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആണ് സർ, ഒരു കോർഡിനേറ്റഡ് ആക്ട് ആണ്. കാരണം ന്യൂ ഓർലിയൻസിൽ കഴിഞ്ഞ ഉടനെയാണ് ഈ സാർ പറഞ്ഞ മസ്കിൻ്റെ എന്താ പറയുക സൈബർ ട്രക്ക് ഉപയോഗിച്ച് ട്രംപിൻ്റെ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ മുമ്പിൽ പൊട്ടിത്തെറി നടക്കുന്നത്. അയാളുടെ പേര് മൈക്കിൾ എന്നാണ്. അയാൾ ഈ സലാഹുദ്ദീൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ആർമി ഓഫീസേഴ്സാണ്, സെയിം ബേസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ തലയ്ക്ക് വെടി വെച്ചിട്ടാണ് പിന്നെ വണ്ടിക്ക് തീ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് സംഭവിക്കുന്നത് ലാസ് വെഗാസിൽ. ആ പണ്ടാറക്കാലം എന്തിനാ തലയ്ക്ക് വെടി വയ്ക്കുന്നത്? ഈ കത്തിച്ച വേദനിക്കുമല്ലോ എന്നായിരിക്കും, എന്താണെന്ന് അറിയില്ലല്ലോ സർ. ഇതൊക്കെ ഒരു നോർമൽ മനസ്സ് ചെയ്ത് കൂട്ടുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്തത് ഈ ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ക്വീൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അവൻ്റെ നോർമൽ എന്ന് വെച്ചാൽ അവൻ അസാമാന്യ ബുദ്ധിമാനാണ്. അന്ന് വരെ ആക്റ്റീവ് സർവീസിലുള്ള ഒരു ആർമി ഓഫീസറാണ്. ഈ ട്രംപിൻ്റെ ഹോട്ടൽ, അതിനു മുമ്പിൽ മസ്കിൻ്റെ ടെസ്ല ട്രക്ക്, ഇത് മനസ്സിൽ തോന്നണമെങ്കിൽ അവനൊരു അസാമാന്യ ബുദ്ധിമാനാണ്. അതെ, ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ തന്നെ ചെയ്തതാണ് അത് ചെയ്തതാണ്. കാരണം നിങ്ങൾ വലിയ കൂട്ടുകാരില്ലേ, ഞാൻ കാണിച്ചു തരാം. അതേസമയം അവൻ ഈ നമ്മുടെ നാടൻ ശൈലിയിൽ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്നൊരു പ്രിൻസിപ്പിൾ കേരളത്തിലുണ്ടല്ല. അതനുസരിച്ച് അവൻ സ്വയം വെടിവെക്കും, പിന്നെ ഇതും തീയിടുക. ഇതെന്തൊരു പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റേത് കൃത്യം നമുക്കറിയാം, ട്രംപിൻ്റെ മുമ്പിൽ വെച്ച് മസ്കിൻ്റെ ട്രക്ക് പൊട്ടിക്കുക ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അപ്പം രണ്ടുപേരോടുള്ള പ്രതിഷേധം, ദേഷ്യമൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ഈ കേരള പ്രിൻസിപ്പിൾ കയറി വരുന്നു, നിന്നെയും കൊല്ലും ഞാനും ചാകും. നിന്നെ കൊല്ലുന്ന പോർഷൻ മനസ്സിലായി, ഞാൻ എന്തിനാ ചത്തെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എവിടെയോ ഒരു റാഡിക്കലൈസേഷൻ നടന്നിട്ടുണ്ട് ഇയാളുടെ മനസ്സിൽ. ഇങ്ങനെ ഒരു ജീവിതത്തിൽ തന്നെ ഒന്നുമില്ല, ജീവിതം കഴിഞ്ഞിട്ടാണ് ഇനി എന്തെങ്കിലും നല്ലത് കിടക്കണേ എന്നുള്ളൊരു മെസ്സേജ് ചിലപ്പോൾ അയാളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. സാധാരണ തീവ്രവാദികൾ അവർ സ്വയം ബോംബ് ആരെങ്കിലും കെട്ടിയിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവർക്ക് കുഴപ്പമില്ലാതെ ഒരു സ്ഫോടനം അറേഞ്ച് ചെയ്യാമെങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. അതെ അതെ, ഒറ്റ കൈക്ക് മാത്രമേ സ്വയം ബോംബായിട്ട് അവർ മാറാറുള്ളൂ. അപ്പോൾ അതൊരു അത്ഭുതം തോന്നി എനിക്കതിൽ. എനിവേ സംതിങ് സീരിയസ് ഈസ് ബീയിങ് കോൺടെംപ്ലേറ്റഡ് ഇൻ അമേരിക്ക. അതെ സർ. ഇപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്വീൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നൈറ്റ് ക്ലബിൽ ഗൺ ഫൈറ്റ്. പക്ഷെ ഭാഗ്യം കൊണ്ട് ആരും മരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ 1 മണിക്കൂർ മുമ്പോട്ട് ഒരു ഏഷ്യാനെറ്റിൽ തന്നെ ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പ്ലെയിന് ഒരു വ്യാപാര സമുച്ചയത്തിൻ്റെ മുകളിൽ പൊട്ടിത്തെറിച്ച് വീണ് അവിടെ ഈ പറഞ്ഞ പോലെ 2 പേര് മരിച്ചു, 10-15 പേർക്ക് പരിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഒരു സന്ദേശമുണ്ട്. നമുക്കും ഇതിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടാവുമല്ലോ. നമ്മളിത് പഠിക്കുകയോ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ പൊതുവെ പഠിച്ച് കാണാറില്ല. ബട്ട് ഒരു കാര്യം, ഭാരതത്തിലിപ്പോൾ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ്. ഇപ്പം ജമ്മു അതിർത്തിയിൽ അടുത്ത കാലത്ത് തുടങ്ങിയ ചില അറ്റാക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മാർക്കറ്റ് പ്ലേസിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ആ സാധനങ്ങളൊക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പീക്കിലായിരുന്നു. മുംബൈ അറ്റാക്ക്, വാരാണസിയിൽ, അഹമ്മദാബാദിൽ, ഇസ്കോണിൻ്റെ ക്ഷേത്രം, ഇത് എവിടെ ചവിട്ടിയാൽ പൊട്ടും എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല, താങ്ക്സ് ടു മോദി. മോദി വന്നതിന് ശേഷം വളരെ കർശനമായ മോണിറ്ററിങ് സംഗതിയൊക്കെ നടത്തിയിട്ട് നമുക്കിപ്പോൾ ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. സർ, റീസെൻ്റ്ലി 2 സ്ഥലത്ത് ബംഗ്ലാദേശികളെ പിടിച്ച് അങ്ങനത്തെ പ്ലാൻ ഇട്ടവരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ അതേമാതിരി ഡീപ്പോർട്ട് ചെയ്യലായിരിക്കില്ല, ലീഗൽ പ്രോസസ്സ് വരുമായിരിക്കുമല്ലോ, ക്രിമിനൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി. വേറെ ഒരെണ്ണം നമ്മുടെ ഖാലിസ്ഥാനികളിൽ 2 പേര് പഞ്ചാബിൽ ചെയ്തവരെ ഷൂട്ട് ഔട്ട് എൻകൗണ്ടർ തന്നെ ചെയ്തത്. അപ്പൊ സാർ പറഞ്ഞ പോലെ പാർലമെന്റിനുള്ളിൽ തന്നെ കയറി പടക്കം പൊട്ടിച്ചില്ലേ, ഒരു യെല്ലോ പുകയൊക്കെ ആയിട്ട്. എന്തൊരു സ്മാർട്ട് ഓപ്പറേഷൻ ആയിരുന്നു അത്. ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. ഇതേ ആൾക്കാർക്ക് ബോംബ് കൊണ്ടുപോകാമായിരുന്നു, അന്ന് വേണമെങ്കിൽ പാർലമെൻറ്റ് തീർന്നു പോയേനെ. ബട്ട് അവരത് ചെയ്യാതെ ഈ എന്തോ പ്രത്യേകതരം പൂക്കുറ്റിയൊക്കെ കത്തിച്ച് അവസാനിപ്പിച്ചു അത്. അപ്പോൾ വൾണറബിളാണ് നമ്മളുടെ സിസ്റ്റം എല്ലാം എന്ന് മനസ്സിലാക്കണം. PR അങ്ങനെ ഒരു സേഫാണ് എല്ലാം കൊണ്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നത്
ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ബൈഡൻ ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത് തീയിടുക. സോ ദാറ്റ് അടുത്ത 4 വർഷം ട്രംപ് ഈ തീ കെടുത്തി തന്നെ തീരും. തീയെല്ലാം കെട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. ബൈഡൻ വെച്ച് തീ കെടുത്താനായിട്ടുള്ള എനർജി മുഴുവൻ ചിലവാക്കേണ്ട ഗതികേടിൽ ട്രംപിനെ അഗൈൻസ്റ്റ് യുദ്ധം നിൽക്കണ ഒരാളാണ്. ബാക്കി എല്ലാവരും പ്രസിഡൻസ് യുദ്ധം തുടങ്ങുക, അതിൽ ചേരുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മൂപ്പരുടെ കാലത്ത് യുദ്ധങ്ങളൊന്നും തുടങ്ങാൻ സമ്മതിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു യുദ്ധത്തിന് തന്നെ വകവെക്കുകയാണെന്ന് ആർക്കറിയാം. കാരണം ഒസാമയുടെ സിറ്റുവേഷനിലും അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയിരുന്നല്ലോ, പറയാൻ പറ്റില്ല. ഏതായാലും ചലഞ്ചസ് ആർ ഹ്യൂജ് in front of Trump and so is Modi. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഏകദേശം US-ൻ്റെ സെക്യൂരിറ്റി പോളിസിക്കൊത്ത് നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. ബിക്കോസ് റഷ്യ ഈസ് അതർവൈസ് എൻഗേജ്ഡ്, ചൈന വിൽ നോട്ട് എൻ്റർടൈൻ അസ്. പിന്നെ എന്താ ഒരു ഫോഴ്സ് റിമൈനിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ കുറച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അമേരിക്കയിൽ വരുന്ന ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഫൈനാൻഷ്യലി നമ്മളെ അഫക്റ്റ് ചെയ്യും, സെക്യൂരിറ്റി വൈസ് അതും അഫക്റ്റ് ചെയ്യും. പക്ഷെ എവിടെ ഒരു സിങ്ക്രണൈസേഷൻ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ സഫർ ചെയ്തത് ഇതുപോലെ ഒരു കരണത്തടി കിട്ടുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർക്ക് ആ ഭാഗത്ത് ഇതൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രംപ് ഓൾറെഡി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത്. അത് വരുമ്പോഴാണ് കുറേ ആൾക്കാർക്ക് പേടിയുണ്ട്. അങ്ങനെ ഒരു മുസ്ലിംസിനെ തന്നെ അമേരിക്കയിലേക്ക് ബാൻ ചെയ്യോ, ഈ മെക്സിക്കൻ അല്ലെങ്കിൽ ബോർഡർ ആൾക്കാർ ഇപ്പോൾ കയറി വരണ്ടെന്ന് പറയുന്ന പോലെ എന്നൊരു പേടിയുണ്ട് അവർക്ക്. അത് വലിയൊരു തീരുമാനമായിരിക്കും അങ്ങനെ ചെയ്താൽ. പോളണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പോളണ്ട് യുണൈറ്റഡ് നേഷൻസിൽ പറയുകയും ചെയ്തു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഒരു റെഫ്യൂജി എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം. ഇപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു റെഫ്യൂജീസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗതികെട്ട ആൾക്കാരൊന്നുമല്ല, അവരൊക്കെ ബിഗ് സയൻറ്റിസ്റ്റ് എൻജിനീയേഴ്സൊക്കെയാണ്. പോളണ്ട് പറഞ്ഞു നമസ്കാരം, ഞങ്ങളുടെ സയൻറ്റിസ്റ്റ് ഞങ്ങൾക്ക് എൻജിനീയറൊക്കെ ഉണ്ട്, മതി, ഈ കുന്ത്രാണ്ടത്തെ എടുത്ത് തലയിൽ വയ്ക്കാൻ ഞങ്ങൾ തരല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ടെറർ അറ്റാക്കും ഉണ്ടായിട്ടില്ല, ഏറ്റവും പ്രോസ്പെറസും ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാം അവർ പറഞ്ഞു ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, എവരിബഡി ഈസ് സഫറിങ്. വൈ? ബിക്കോസ് you agree to every refugee who is coming, oh you are large hearted, we are narrow hearted, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി. അങ്ങനെ ചെയ്തവരാണ് പോളണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ട്രംപ് ആ അറ്റം വരെ ഒന്നും പോകില്ല, അത് പ്രാക്ടിക്കലല്ല. പക്ഷെ എന്നാലും സർ നമ്മുടെ ആൾക്കാരെ ബാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ എത്രയോ ആൾക്കാർ ഓൾറെഡി അവിടെ ഉണ്ട്. അതേമാതിരി ഇനി പോവാനും ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ സാർ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സെക്യൂരിറ്റിയും എക്കോണമിയും ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാലും നമുക്ക് കൺസേൺസ് ഉണ്ട് ഇനി ഇതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ, എന്തായിരിക്കും, ലൈക്ക് എന്ത് കരുതലാണ് ഇവരൊക്കെ എടുക്കേണ്ടത്? അപ്പം പ്രത്യേകിച്ച് കരുതലൊന്നും എടുക്കാനില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചല്ലേ ഇത് പോകുള്ളൂ. നമുക്കിപ്പോൾ പ്രൈവറ്റ് സിറ്റിസൺ എന്ത് ചെയ്യാൻ പറ്റും? നത്തിങ് ക്യാൻ ബി ഡൺ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ജിയോ പൊളിറ്റിക്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ ഇന്ത്യയുടെ പാർട്ട്, ഇന്ത്യ കളിക്കുന്നത് എങ്ങനെ. ശരിക്കും കളിയാണ്, കളി എന്നുള്ള വാക്ക് അത്ര നല്ല വാക്കല്ലെങ്കിലും അത് അങ്ങനെയല്ലാതെ വേറൊരു ഗെയിം എന്ന് വേണം ഇതിനെ വിളിക്കാൻ. ആ അർത്ഥത്തിൽ മലയാളത്തിൽ കളി എന്ന് പറയും. അങ്ങനത്തെ കളികളാണ് ലോകത്ത് നടക്കുന്നത്. അപ്പോൾ വളരെ സമർത്ഥമായിട്ട് ചുവട് വെച്ചില്ലെങ്കിൽ ഭാരതത്തിന് അടിതെറ്റിപ്പോയി എന്ന് വരാം. അയ്യോ, അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെയും കൂടി കൈ ഇതിൽ ഉണ്ടാവാൻ. ഈ ഡീപ് സ്റ്റേറ്റ് ട്രംപ് വരുന്നതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് നാട് വിടുകയൊന്നുമില്ല. ഇല്ല, ഓൾറെഡി 2 കൊലപാതക ശ്രമവും നടത്തിയതല്ലേ. ദേ ആർ ദെയർ. അവരെ ഇല്ലാതാക്കാൻ ട്രംപ് വിചാരിച്ചത് നടക്കും. മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന് ട്രംപിനും ആവശ്യമാണ്. യു നീഡ് മണി. അമേരിക്കയ്ക്ക് പൈസ വേണം, ബിസിനസ് വേണം. ഇതുണ്ടാക്കുന്നത് ആരോ ഡീപ് സ്റ്റേറ്റാണ്. ആരെ ഈ ഡീപ് സ്റ്റേറ്റ്? വാസ്തവത്തിൽ ഫാർമ ലോബി, ആംസ് ലോബി, ഇവരൊക്കെ ചേർന്ന് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓയിൽ, ഇതൊക്കെ അവരാണ്. ബാക്കി അക്കാഡമിക് സ്റ്റഡീസിനൊക്കെ പൈസയൊക്കെ മുടക്കി യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തുരപ്പന്മാരെയൊക്കെ സൃഷ്ടിച്ച് വിടുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ WW ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി,
ഈ ഡോക്ടറേറ്റ് എനിക്ക് തന്നിരിക്കുന്നത് എന്നെക്കൊണ്ട് പല ജോലികൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വിചാരം ഞാനൊരു മഹാനാണ്. കേരളത്തിൽ ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കൊണ്ടു നടക്കാൻ ആളുമുണ്ട്. എനിക്ക് സ്വീകരണം, എൻ്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. ഇതെല്ലാം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻസാണ്. നമുക്ക് നക്കാപ്പിച്ച് എന്തെങ്കിലും കാശായി കിട്ടും. നമുക്കൊരു 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ മലയാളിക്ക് മലയാളിയുടെ ഒരു സ്വഭാവം കണ്ടിട്ടില്ലേ? ഒരു കൊച്ചു കേരളം, ഒരു കൊച്ചു വീട്, എല്ലാം കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ മതി. സായിപ്പിന് 10 ലക്ഷം പുള്ളിയാണ്. യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡോളർ, നിസ്സാര തുകയാണ്. കൊടുത്തിവനെ വിലക്കെടുക്കുക ഒരു പ്രൊഫസറെ. അവൻ ഭാരതത്തെ പറ്റി വേണ്ടാത്ത ചീത്ത മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഫോർ എനിത്തിങ് യു വിൽ ഗെറ്റ് പീപ്പിൾ ഇഫ് യു പേ ദം. പലരും കേരളത്തിൽ ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു ലേഖനത്തിന് 30,000 രൂപ വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. They write on a particular style and you can get money from this NGO. വേൾഡിലെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റിലും നമ്മുടെ ഇന്ത്യൻ ജേർണലിസ്റ്റ് പെടുന്നുണ്ടെന്നാണ് പറയണത്. അത് മോറൽ കറപ്ഷനും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഈ പൈസ വാങ്ങുന്നത് മാത്രമല്ല, ഇൻ്റലക്ച്വൽ കറപ്ഷൻ ഉണ്ടല്ല. ചില വാർത്തകൾ കൊടുത്തും ചിലത് കൊടുക്കാതെയും കളിക്കുന്ന കളി. അവരുടെ ഗെയിം ഭീകരമാണ്. ദേ കൺട്രോൾ ദ നരേറ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ അടിതെറ്റാൻ സാധ്യതയുണ്ട് എന്ന് നോക്കുന്നു. അപ്പം ഭയം വേണ്ട, കരുതൽ മതി. പിണറായി വിജയനെ ഒന്ന് കുത്തിയാലേ ലക്ഷ്മിക്ക് സമാധാനമാകും. വെൽ, താങ്ക് യു സർ.